ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുവാൻ തീരുമാനിച്ചത് കേട്ടോ. ഈ തീരുമാനത്തിന് പിന്നിൽ വലിയൊരു കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കുഞ്ഞുങ്ങളുടെ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ എൻ്റെ ചെറിയ മോള് അക്ഷരമുറ്റത്തേക്ക് ആദ്യമായിട്ട് ചുവട് വെക്കുന്ന ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അവൾ മുതിർന്ന് കഴിയുമ്പോഴും കാണാമല്ലോ. അപ്പം എൻ്റെ തിരുമുഖം പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫസ്റ്റ് ലല്ലുവിന് ലഞ്ച് ബോക്സ് തയ്യാറാക്കണം. അപ്പം സത്യത്തിൽ നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ. എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊക്കെ നല്ല കൺഫ്യൂഷൻ ആയിരുന്നു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിന്. പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർഡറിലായി വരണമല്ലോ. ഞാനതെല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ, നമുക്ക് വഴുതനങ്ങ കറി ഭയങ്കര ഇഷ്ടമാണ്. വഴുതനങ്ങ കറി എന്നൊന്നും അല്ല അതിൻ്റെ പേര്, അത് വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടി. അന്നൂസിനെ എഴുന്നേൽപ്പിക്കാനുള്ളൊരു പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അന്നൂസ് അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ അന്നൂസിന് ഞങ്ങൾ നല്ല പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നൂസിനെ ഞങ്ങൾ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന്, കുഞ്ഞെന്നല്ല രണ്ടുപേരും മാറിപ്പോകുന്നൊരു നല്ല വിഷമമൊക്കെ എനിക്കുണ്ടായിരുന്നു. നല്ല ചീത്തയൊക്കെ പറയുന്നുണ്ടായിരുന്നു വീട്ടിലിരിക്കുന്ന ഉടനെ. എന്നാൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടമാവത്തില്ല, വീടങ്ങ് ഉറങ്ങിയതുപോലെ ആവത്തില്ല. എനിക്കും അതുണ്ട്. പക്ഷെ ഞാനതൊന്നും കാണിക്കാത്ത രീതിയിൽ വേഗം ഫാസ്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞ് അവരെ ധൃതി വെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. മാത്രമല്ല അന്നൂസ് 2 വർഷം എൻ്റെ കൂടെ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ കളിയും ചിരിയൊക്കെ ഒരുപാട് എനിക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ബാലൻസ് ചെയ്ത് നിർത്തി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവളെ കുറച്ച് നാൾ അംഗനവാടി വിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് മൊത്തം അവളെ എൻ്റെ കൂടെ ഇരുത്തി കേട്ടോ. അങ്ങനെ ഞാനത് വീണ്ടും എൻജോയ് ചെയ്തായിരുന്നു. അപ്പോൾ കുഞ്ഞ് വീണ്ടും അവൾ ബിസി ആവുകയാണ്. അപ്പം ഓർഡറിലൊന്നും കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് തന്നെ ദോശ പോലും പാനിൽ നിന്ന് ഇളകി വരുന്നൊന്നുമില്ലായിരുന്നു ഗായ്സ്. ഇതാണ് ലല്ലുവിൻ്റെ യൂണിഫോം കേട്ടോ. അങ്ങനെ ലഞ്ച് ബോക്സും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു. ലല്ലുവിന് 3:30 വരെ ക്ലാസ് ഉണ്ട് കേട്ടോ. അവൾക്ക് ആ യൂണിഫോമിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ല ഗായ്സ്. അവർക്ക് എന്നും യൂണിഫോം തന്നെയാണ് കേട്ടോ. യൂണിഫോം അവിടെ മസ്റ്റാണ്. ഗേൾസ് മാത്രം പഠിക്കുന്ന സ്കൂൾ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവർ വേറെ ഫംഗ്ഷനും കാര്യങ്ങളും ഒന്നും വരുമ്പം പോലും അങ്ങനെ വേറെ ഡ്രസ്സുകളൊന്നും ഇടിപ്പിക്കാറില്ല. പിന്നെ ബർത്ത്ഡേ വരുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും പുതിയ ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് അന്നുവിൻ്റെ ബാഗാണ് ഗ്രീന്, മറ്റത് ബ്ലൂ ആയിട്ടുള്ളത് ലല്ലുവിൻ്റെയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. പക്ഷേ എനിക്ക് വേറെ ഒരുപാട് ജോലികൾ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവരെ ഫുഡ് കഴിപ്പിക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ജോലിക്ക് പോകാതിരിക്കുന്നത് തന്നെ വലിയ മഹാകാര്യം. കാരണം അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക. എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടും വീട്ടുജോലി തീരണം എന്നുള്ളത്. ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഉറങ്ങുകയും ചെയ്യണമല്ലോ. അങ്ങനെ 2 പേർക്ക് ഫുഡൊക്കെ കൊടുത്തു. സന്തു ഫുഡൊക്കെ കഴിച്ചിട്ട് ലല്ലുവിനെ വിടാൻ വേണ്ടിയിട്ട് സന്തു അങ്ങ് പോയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ആക്രി കച്ചവടം ഒന്നും അല്ല ഗായ്സ്, അതൊക്കെ ടൂൾസ് ആണ് ഗായ്സ്, ടൂൾസ്. അന്നൂസും ഞാനും കൂടി നടന്നിട്ടാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ അണ്ണാനെയും കിളിയെയും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ അംഗനവാടി പോകുമ്പോൾ കൂടുതലും കണ്ടത് അണ്ണാനെയും കിളികളെയായിരുന്നു. പക്ഷെ ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് വണ്ടികളും ബസ്സുകളും കാറുകളും ഒക്കെയാണ്. അങ്ങനെ ഓരോന്നോരോന്ന് കണ്ടും കേട്ടും ഞങ്ങളിങ്ങനെ ചോദിച്ചും പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇത് മാവേലിക്കര TTI. ഈ TTIയിൽ എനിക്ക് പഠിക്കുവാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഗായ്സ്. എനിക്ക് TTCക്ക് അഡ്മിഷൻ കിട്ടിയപ്പം ആദ്യം ചൂസ് ചെയ്ത, അതായത് നമ്മൾ ചൂസ് ചെയ്തതല്ല, തിരുവല്ല ഡയറ്റിലെ സാറന്മാർ ചൂസ് ചെയ്ത സ്കൂളായിരുന്നു മാവേലിക്കര TTI. അപ്പോൾ എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് കീക്കോഴൂരാന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞ് വാഴക്കുന്നത്തൊരു TTI കിടക്കുമ്പോൾ എന്തിനാണ് അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ അതങ്ങ് നിർത്തി ഗായ്സ്. ആദ്യം കണ്ട 2 കുട്ടികൾ കാർത്തികും അഭിരാമും, അവർ LPGSൽ എൻ്റെ കൂടെ ഞാൻ പഠിപ്പിച്ച 2 കുട്ടികളാണ് കേട്ടോ. അപ്പം പിന്നെ ഇത് നിൽക്കുന്നത് അന്നൂസിൻ്റെ ടീച്ചറാണ്, ഷീബ ടീച്ചർ, മറ്റേത് ശ്രീലത ടീച്ചർ. പിന്നെ അന്നൂസിൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് ആ നിൽക്കുന്നതൊക്കെ. അത്യാവശ്യം ഒരുപാട് കുട്ടികളുണ്ടെന്നൊന്നും പറയാനൊക്കത്തില്ല, കുറച്ച് കുട്ടികളേ ഉള്ളൂ. എന്നാൽ പോലും കൂടുതൽ ശ്രദ്ധ കിട്ടും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് തന്നെ ചൂസ് ചെയ്തത്. മാത്രമല്ല അവൾ കുറേ വളർന്നു കഴിയുന്നുടനെ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം, നമ്മൾ ഉള്ളിലേക്കൊക്കെയാണെങ്കിൽ നമ്മൾ സ്കൂൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകാറൊന്നുമില്ല. പക്ഷേങ്കിൽ മെയിൻ റോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് കാണാൻ പറ്റുമല്ലോ. എപ്പോഴും അത് കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ അയവിറക്കും, ഞാൻ പഠിച്ച സ്കൂൾ നമ്മുടെ മക്കളോട്, മരുമക്കളോട്, കൊച്ചുമക്കളോടൊക്കെ ഇങ്ങനെ പറയാമല്ലോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു എയിം. അതുകൊണ്ടാണ് അന്നൂസിനെ ഞാൻ ഇവിടെ കൂടുതലായിട്ട് നിർത്തിയത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതൊക്കെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്കൂളിൻ്റെ പരിസരമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. നല്ല ക്ലീനാണ്, നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന, വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു സ്കൂളും പരിസരമാണ് കേട്ടോ. അങ്ങനെ കുട്ടികളെല്ലാം അവിടെ സെമിനാർ ഹാളുണ്ട്, ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പിള്ളേരുണ്ട് കേട്ടോ. പിന്നെ പിള്ളേരുടെ ഡാൻസ്, പിന്നെ അത് മാത്രമല്ല അവിടെ TTCയുടെ ഒരു കോളേജ് ഉള്ളതുകൊണ്ട്, DLED കുട്ടികളുള്ളത് കൊണ്ട് തന്നെ അവരും നല്ലവണ്ണം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. എന്ത് കാര്യം വന്നാലും ഈ സ്കൂളിലെ എന്ത് കാര്യത്തിനും
വിഷയത്തിനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ അവരും ഉണ്ടാവും. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ അന്നൂസിൻ്റെ ഫസ്റ്റ് ഡേ ഉള്ള വിശേഷങ്ങൾ. പിന്നെ അന്നൂസിൻ്റെ ഫ്രണ്ടിനെ കിട്ടിയതാണ്, അമ്പാടി എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. ആ ഫ്രണ്ടിനെ കണ്ടപ്പോൾ തന്നെ അന്നൂസ് തീരുമാനിച്ചു അവിടെ പപ്പയ്ക്കും അമ്പാടി എന്ന് പേരിടാമെന്ന്. എന്താ ചെയ്യുക. അങ്ങനെ അന്നൂസിന് അവിടുന്ന് ബാഗൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും കിട്ടി, പുതിയതായിട്ട് വന്നിട്ടുള്ള കുട്ടികൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നൂസിന് ബാഗൊക്കെ കിട്ടി. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം. പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. ഞാനൊരു കാര്യം പറയട്ടെ ഗായ്സ്, ഞാൻ ഒരിക്കലും ഒരു ടീച്ചർ ആവണമെന്നൊന്നും വിചാരിച്ചിരുന്ന ആളല്ല കേട്ടോ. പക്ഷേ ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എങ്ങോട്ട് ഇറങ്ങിയാലും ആരെങ്കിലുമൊക്കെ എന്നെ ടീച്ചറേ 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 എന്ന് വിളിക്കും. അതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നുണ്ട്. ബൈ.